ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ എൻ്റെ യാത്ര എന്ന് പറയുന്നത് ലണ്ടനിലുള്ള മറ്റൊരു ഫേമസ് മ്യൂസിയമായ സയൻസ് മ്യൂസിയം കാണാനായിട്ടാണ് കേട്ടോ. ഞാൻ മുമ്പിലത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സയൻസ് മ്യൂസിയം എന്ന് പറയുന്നതും നമ്മൾ ആദ്യം പോയ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൻ്റെയും അതുപോലെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയ വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയത്തിൻ്റെയും തൊട്ടടുത്തായിട്ടാണ് കേട്ടോ. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൻ്റെയും അതുപോലെ വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയത്തിൻ്റെയും ഏകദേശം സെൻട്രലായിട്ട് വരും ഈ പറയുന്ന സയൻസ് മ്യൂസിയം. ഇത് മൂന്നും ഒരു ജസ്റ്റ് 50 മീറ്റേഴ്സ് ഡിസ്റ്റൻസിലാണ് ഈ പറയുന്ന 3 മ്യൂസിയം ഉള്ളത്. 1857 കേട്ടോ ഈ ഒരു മ്യൂസിയം ഇവിടെ സ്ഥാപിതമായത്. അതായത് കുറച്ചുകൂടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഇതിന് തൊട്ട് മുമ്പ് ഞാൻ പോയ വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയം സ്ഥാപിതമായ ഏകദേശം ആ ഒരു വർഷത്തിൽ തന്നെയാണ് ഈ പറയുന്ന സയൻസ് മ്യൂസിയവും സ്ഥാപിതമായത്. കുറച്ചുകൂടെ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയവും അതുപോലെ സയൻസ് മ്യൂസിയം ഒന്നും ആദ്യമേ ഇതൊരു മ്യൂസിയം ആയിരുന്നില്ല. അതായത് ഇതൊരു വലിയ എക്സിബിഷൻ മാത്രമായിരുന്നു. പിന്നീടാണ് ഇത് മ്യൂസിയമായിട്ട് മാറ്റപ്പെടുന്നത്. ആദ്യമേ ഈ പറയുന്ന സയൻസ് മ്യൂസിയവും വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയം ഒന്നും ഇൻഡിവിജ്വലി ഒരു മ്യൂസിയം ആയിരുന്നില്ല. അതൊരു ഒറ്റ മ്യൂസിയമായിരുന്നു. പിന്നീട് പല ടൈമിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് സയൻസ് മ്യൂസിയം ആൻഡ് വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയമായിട്ട് പിന്നീട് മാറ്റപ്പെടുകയാണ് ചെയ്തത്. യുകെയിലെ മറ്റു പല മ്യൂസിയങ്ങളെയും പോലെ ഇതും പബ്ലിക് ഫണ്ടഡ് ആണ്. അതായത് നമുക്കിവിടെ എൻട്രി ഫീസ് ഇല്ല. ബട്ട് നമ്മൾ വരുമ്പോൾ ജസ്റ്റ് നമ്മൾ മുൻകൂട്ടി ഒന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് തികച്ചും ഫ്രീ ആണ്. സോ ആ ഒരു എൻട്രി ടൈമിൽ ഒരു ക്യൂ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടിക്കറ്റ് ബുക്കിംഗ് അവർ അഡ്വൈസ് ചെയ്യുന്നത്. ഇനി ഓൺലൈനിൽ എടുത്തില്ലെങ്കിൽ പോലും നമുക്ക് ഇവിടെ വന്നാലും ടിക്കറ്റ് കിട്ടും. നിങ്ങൾ ഈ കാണുന്ന പോലെ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തവർക്കും അതുപോലെ ടിക്കറ്റ് ഇല്ലാത്തവർക്കും 2 ക്യൂ ആണുള്ളത്. സോ എപ്പോഴും ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. സോ എനിക്ക് പെട്ടെന്ന് തന്നെ അകത്ത് കയറാനായിട്ട് പറ്റി. ഇതുപോലെയുള്ള ലണ്ടനിലെ പ്രധാനപ്പെട്ട മ്യൂസിയങ്ങളെല്ലാം തന്നെ പബ്ലിക് ഫണ്ടഡും അതുപോലെ എൻട്രി ഫ്രീയുമാണ്. സോ ആ ഒരു കാര്യത്തിൽ നമുക്ക് UK ഗവൺമെൻറ്റിനെ അപ്രിഷ്യേറ്റ് ചെയ്തേ മതിയാവത്തുള്ളൂ. ഈ സയൻസ് മ്യൂസിയം പുറത്തുനിന്ന് നോക്കുമ്പം ചെറിയൊരു ബിൽഡിംഗ് പോലെ തോന്നുമെങ്കിലും ശരിക്കും ഇതൊരു വലിയ ബിൽഡിംഗാണ്. ഇതിന് തന്നെ ഏകദേശം 3 ലെവൽസ് ഉണ്ട്. അതിനകത്ത് ഈ ഗ്രൗണ്ട് ഫ്ലോർ തന്നെ 3 സെക്ഷനായിട്ടാണ് അവർ തിരിച്ചിരിക്കുന്നത്. ഒന്ന് എനർജി ഹാള്, പിന്നെ എക്സ്പ്ലോറിംഗ് ദി സ്പേസ്, 3 മേക്കിംഗ് ദി മോഡേൺ വേൾഡ്. അങ്ങനെ 3 സെക്ഷനാണ് ഈ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്. ഇതുപോലെ ഏകദേശം 3 നിലയാണ് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഓരോ നിലയിലും പല സെക്ഷനായിട്ട് ഈ സയൻറ്റിഫിക് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ അവർ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കയറി വരുമ്പോഴേ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. സോ ഈ ലെഫ്റ്റ് സൈഡിൽ അവർ ആദ്യമായിട്ട് കാണിച്ച് തുടങ്ങുന്നത് ഈ എൻജിൻസാണ്. അതായത് പല ടൈപ്പിലുള്ള എൻജിൻസും അവർ ആരാണ് കണ്ടുപിടിച്ചതെന്നും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഒരുപക്ഷെ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റീം എൻജിൻ ജെയിംസ് വാട്ടാണത് കണ്ടുപിടിച്ചതെന്നും ആദ്യത്തെ സ്റ്റീം എൻജിൻ കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ടാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അങ്ങനെ പുള്ളിക്കാരൻ മാത്രമല്ല പല ടൈപ്പിലുള്ള സ്റ്റീം എൻജിൻ പോലെ മറ്റ് പല ടൈപ്പ് എൻജിൻസ് ഉണ്ട്. സോ ഇതൊക്കെ ഓരോരുത്തർ കണ്ടുപിടിച്ചത് ആ എൻജിനൊക്കെ ഇവർ ഇവിടെ ഷോ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ജെയിംസ് വാട്ടിനെ കുറച്ചുകൂടെ കൂടുതൽ അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അതൊരു പക്ഷേ ഈ ജെയിംസ് വാട്ട് എന്ന് പറയുന്നത് ഒരു UK കാരനായിരുന്നു. പുള്ളി ജനിച്ചതൊക്കെ UK-യിലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ കണ്ടുപിടുത്തങ്ങൾ കുറച്ചുകൂടെ കൂടുതൽ അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ട് ഇവിടെ.
ഈ കാണുന്നത് ജെയിംസ് വാട്ടിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ലാബാണ് ട്ടോ. അതായത് വർക്ക്ഷോപ്പ്. പുള്ളിയുടെ യഥാർത്ഥ വർക്ക്ഷോപ്പിലെ പുള്ളി ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ കൊണ്ട് അവര് മറ്റൊരു ലാബ് ഇവിടെ റെപ്ലിക്കേറ്റ് ചെയ്തതാണ്. ഏകദേശം അതേപോലെ തന്നെ. ആ ഒരു സൗണ്ട് വരെ അവരത് റെപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. നമുക്കത് കേറി കഴിയുമ്പോൾ കേൾക്കാൻ പറ്റും. എൻജിൻസിൻ്റെയൊക്കെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് സ്പേസ് എക്സ്പ്ലോറേഷനിലോട്ടാണ്. സോ ഇവിടെയാണ് നമ്മൾ കുറേ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് റോക്കറ്റ്, സ്പേസ്, സാറ്റലൈറ്റ്, ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരേ ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഈ കാണുന്നതൊക്കെ ഒറിജിനൽ റോക്കറ്റ്സ് ആണ് ട്ടോ. അതായത് ജസ്റ്റ് മോഡലല്ല, ഒറിജിനൽ റോക്കറ്റ്സ് ആണ്. ഒരുപക്ഷെ അതിൻ്റെയൊക്കെ ലൈഫ് കഴിഞ്ഞതായിരിക്കാം. ആ ഒരു ലൈഫ് കഴിഞ്ഞ പഴയ റോക്കറ്റ്സ് ആണ് അവര് ഇവിടെ ഇങ്ങനെ ഷോ ചെയ്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ ആ കണ്ടത് ഒറിജിനൽ റോക്കറ്റ്സ് ആണെങ്കിൽ, ഈ കാണുന്നത് ആ റോക്കറ്റിൻ്റെ ഉള്ളിലെ എഞ്ചിനാണ്. എഞ്ചിൻ മാത്രമായിട്ട്. സോ ഈ ഒരു എഞ്ചിൻ്റെ പേര് V2 എഞ്ചിൻ എന്നാണ്. 1944 അവർ ഡെവലപ്പ് ചെയ്ത ആ ഒരു എഞ്ചിൻ. സോ ഇതുപോലെ കുറേ ടൈപ്പ് റോക്കറ്റ്സ് എഞ്ചിനും നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും.
നമ്മൾ ഈ സോയൂസ് റോക്കറ്റ്സിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അതായത് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനായിട്ട് റഷ്യ കൂടുതലായിട്ട് ഉപയോഗിച്ച് പോരുന്നിരുന്ന ഒരു റോക്കറ്റ് ടൈപ്പാണ് സോയൂസ് എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത്. അതൊരു സീരീസ് ഓഫ് റോക്കറ്റ്സ് ആണ്. സോ അങ്ങനെ ബഹിരാകാശത്ത് ഈ പോയ മനുഷ്യർ പോയ ഒരു സോയൂസ് റോക്കറ്റിൻ്റെ ക്യാപ്സ്യൂൾ, അതിനകത്ത് ആൾക്കാർ ഇരിക്കുന്ന ആ ഒരു സെക്ഷനാട്ടോ ഈ കാണുന്നത്. കുറേ തവണ പോയിട്ടുണ്ട്. അതിനകത്ത് ഏകദേശം ഒരെണ്ണം മാത്രമാണ് ഈ കാണിക്കുന്നത്. ഇതേപോലെ പല മൊഡ്യൂളിലായിട്ട് പല ടൈമിൽ ആൾക്കാർ പോയിട്ടുണ്ട്. ഈ എക്സിബിഷൻ വെച്ചിരിക്കുന്ന ഈ ഒരു ക്യാപ്സ്യൂളിൽ 3 പേരാണ് പോയത്. ആ 3 പേരിൽ ഒരാൾ യുകെയിൽ നിന്ന് ഉള്ള ഒരാളായിരുന്നു. സോ അതുകൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ മൊഡ്യൂൾ ഇവിടെ അവർ എക്സിബിഷനായിട്ട് വെച്ചിരിക്കുന്നത്. സ്പേസിൽ പോയിട്ട് അവരെങ്ങനെയാണ് തിരിച്ച് വന്നതെന്നും തിരിച്ചെങ്ങനെയാണ് ഭൂമിയിൽ ലാൻഡ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളതിൻ്റെ, അന്ന് ലാൻഡ് ചെയ്തതിൻ്റെ ആ ഒരു ഫോട്ടോ, പാരച്യൂട്ടിൽ ഇറങ്ങി വന്ന് ഭൂമിയിൽ ലാൻഡ് ചെയ്തതിൻ്റെയൊക്കെ ഒരു ഫോട്ടോയും അവർ ഇതിൻ്റെ ഒപ്പം ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ അങ്ങനെ ആ സ്പേസിൻ്റെ ആ ഒരു സെക്ഷനും കഴിഞ്ഞ് ഗ്രൗണ്ട് ഫ്ലോറിലെ 3ാമത്തെ സെക്ഷനിലാണ് നമ്മളിപ്പം. 3ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് മേക്കിംഗ് ദി മോഡേൺ വേൾഡ് എന്ന് പറയുന്നതാണ്. ഈ ഒരു സെക്ഷനിൽ അവർ കൂടുതലായിട്ടും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മോഡേൺ വേൾഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല ടൈപ്പ് ടൂൾസാണ്. അതിലിപ്പം നമ്മളുടെ ചെറിയ തയ്യൽ മെഷീൻ മുതൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെഷീൻസ് വരെ അവർ ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഡസ്ട്രി ലെവലിൽ തുണികൾ ഉണ്ടാക്കുന്ന വലിയ നെയ്ത്തന്ത്രം വരെയും ഇവിടെ അവർ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മളൊക്കെ അപ്പോളോ മിഷൻസിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അതായത് മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച അമേരിക്കയുടെ ഒരു മിഷനാണ് ഈ പറയുന്ന അപ്പോളോ മിഷൻ. സോ ആ അപ്പോളോ മിഷൻ ഉപയോഗിച്ച ഒരു പേടകമാണ് കേട്ടോ ഈ കാണുന്നത്. ഈ പേടകം എന്ന് പറഞ്ഞാലും ശരിക്കും ഈ കാണുന്ന പേടകത്തിലല്ല ഈ മൂണിൽ ശരിക്കും ലാൻഡ് ചെയ്തത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അപ്പോളോ എന്ന് പറയുന്നത് ഒരു സീരീസ് ഓഫ് മിഷനാണ്. അതിൽ കുറേ എണ്ണമുണ്ട്. അതിനകത്ത് തന്നെ അപ്പോളോ 11 മിഷനിലാണ് ശരിക്കും അവർ ചന്ദ്രനിൽ റിയലായിട്ട് അവർ ഇറങ്ങിയത്. അതിനു മുമ്പിട്ട് അവർ കുറേ ട്രയൽ മിഷൻസ് നടത്തിയിരുന്നു. അങ്ങനെ ട്രയൽ മിഷൻ എന്ന് പറയുമ്പം ശരിക്കും ചന്ദ്രനിൽ ഇറങ്ങുന്നില്ല, ബട്ട്
ഏകദേശം അതിൻ്റെ അടുത്ത് വരെ എത്തിയിട്ട് തിരിച്ചു പോരും. അങ്ങനെ ഏകദേശം 10 മിഷൻസ് അതിന് മുമ്പിട്ട് അവർ നടത്തിയിരുന്നു എന്നാണ് പറയുന്നത്. അതിനകത്ത് അപ്പോളോ 10 എന്ന് പറയുന്ന മിഷനിൽ അവരുപയോഗിച്ച പേടകമാണിത്. ഇത് സക്സസ്ഫുൾ ആയതുകൊണ്ടാണ് ഇതിൻ്റെ തൊട്ടടുത്ത് അവർ അപ്പോളോ 11 അവർ ലോഞ്ച് ചെയ്തതും ചന്ദ്രനിൽ ഇറങ്ങാൻ പറ്റിയതും. സോ ബേസിക്കലി ഈ പറയുന്ന പേടകം ത്തിൻ്റെ ലുക്കും അതിൻ്റെ കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. ജസ്റ്റ് ഇത് അപ്പോളോ 10 ഉപയോഗിച്ചു. ഇതിൻ്റെ അപ്പുറത്ത് ഇത് കഴിഞ്ഞിട്ടുള്ള അപ്പോളോ 11 ആണ് അവർ റിയലായിട്ട് ചന്ദ്രനിൽ ഇറങ്ങിയത്. അതുപോലെ ഈ സ്പേസ് മിഷനിലൊക്കെ അവർ ഏത് തരം ഡ്രസ്സാണ് ഇടുന്നത്, അവരെങ്ങനെയാണ് ആഹാരം കഴിക്കുന്നത്, അതുപോലെ അവരെങ്ങനെയാണ് ടോയ്ലറ്റിൽ പോകുന്നത്, തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇവിടെ ഓരോരോ സെക്ഷനിലായിട്ട് അവർ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ആ പേടകത്തിനൊക്കെ ഉള്ളിൽ അവർ കഴിഞ്ഞിട്ടുള്ള സമയത്തുള്ള കുറച്ച് വീഡിയോ വിഷ്വൽസും ഇവിടെ അവർ ഇങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ട്.
ഈ കാണുന്നത് ഒരു അറ്റോമിക് ക്ലോക്കാണ് കേട്ടോ. ഈ അറ്റോമിക് ക്ലോക്ക് എന്താണെന്നൊക്കെ നമ്മൾ സ്കൂളുകളിൽ ചെറുതായിട്ട് പഠിച്ചിട്ടുണ്ടാവും. അറ്റോമിക് ക്ലോക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ പ്രിസിഷനാണ്. ലോകത്തിലെ ഏറ്റവും പ്രിസൈസായിട്ട് ടൈം നമുക്ക് അറിയാൻ പറ്റുന്നത് അറ്റോമിക് ക്ലോക്ക് വഴിയാണ്. സോ അറ്റോമിക് ക്ലോക്ക് തന്നെ പല ടൈപ്പുണ്ട്. അതിനകത്ത് സീസ്മിയം ബേസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റോമിക് ക്ലോക്കാണ് ഇവിടെ ഇവർ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. നോർമൽ ടൈം നോക്കാനായിട്ട് നമുക്ക് അറ്റോമിക് ക്ലോക്കിൻ്റെ ആവശ്യമില്ല. ഹൈ പ്രിസിഷൻ വേണ്ടിടത്താണ് നമ്മൾ ഈ അറ്റോമിക് ക്ലോക്ക് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ GPS നാവിഗേഷൻ. നമ്മൾ സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കുട്ടികൾക്കായിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. കുട്ടികൾക്കായിട്ടുള്ള ഒരു ഇൻറ്ററാക്റ്റീവ് പ്ലേ സെഷനാണ് അവിടെ ഉള്ളത്. ഫോർ എക്സാമ്പിൾ ഈ കാണുന്ന ഒരു സെഷനിൽ നമ്മൾ ആ ഒരു മോണിറ്ററിൻ്റെ മുന്നിലായിട്ട് നമ്മുടെ ഫേസ് കാണിച്ചാൽ നമ്മുടെ ഒരു ഫോട്ടോ എടുക്കും. അതിനുശേഷം നമ്മളുടെ ആ ഫോട്ടോ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഏജ്ഡ് ആകുമ്പോൾ ഓരോ ഏജിലും നമ്മളുടെ മുഖം എങ്ങനെയായിരിക്കും എന്നുള്ളത് കാണിക്കുന്ന ഒരു സെഷനാണ്. ഫോർ എക്സാമ്പിൾ അതുപോലെ ഇവിടെ പല ഏരിയയിലും പല ടൈപ്പിൽ നമുക്ക് ഇൻട്രാക്ട് ചെയ്തിട്ട് ഉള്ള ഓരോരോ എക്സ്പീരിയൻസ് ഇവിടെ ഉണ്ട്. ഈ ഒരു പ്ലേ ഏരിയയുടെ കൂടെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് കുറച്ച് ബയോളജിക്കലായിട്ടുള്ള കുറച്ച് സ്പെസിമെൻസും അവർ ഷോ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു സെക്ഷൻ്റെ പേര് ഹൂ ആം ഐ എന്നാണെന്ന് തോന്നുന്നു.
ഇവിടെ തന്നെ അപ്പുറത്ത് മറ്റൊരു സെക്ഷനിലായിട്ട് എനർജി റെവല്യൂഷനെ പറ്റിയിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു സെക്ഷനിൽ ഞാൻ വന്നപ്പോൾ ഇവിടെ ആദ്യം കണ്ട പേരാണ് നമ്മുടെ നാട്ടിൽ നിന്നുള്ള അദാനി റിന്യൂവൽസിൻ്റെ ആ ഒരു പേര്. അത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും സർപ്രൈസ്ഡായി. ആൻഡ് എനിക്ക് തോന്നുന്നു ഈ എനർജിയുടെ ആ റിലേറ്റഡുള്ളൊരു സെക്ഷൻ്റെ അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അവിടുത്തെ കൂടുതൽ കാര്യങ്ങളും സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന അദാനി ഗ്രീനിൻ്റെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ടാണ്. സോ അതുകൊണ്ടാണ് അവരുടെ ആ ഒരു നെയിം ഫസ്റ്റ് തന്നെ വെച്ചിരിക്കുന്നത്. ഇവിടെ അവർ മെയിനായിട്ട് ഷോ ചെയ്യുന്നത് നമ്മൾ പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്ന പല ടൈപ്പ് ഓഫ് എനർജി, അതായത് എന്തൊക്കെ ഉണ്ട്, അതായത് ഇലക്ട്രിസിറ്റി, ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ഉണ്ട്, പിന്നീട് സോളാറുണ്ട്, അതുപോലെ പിന്നെ ന്യൂക്ലിയർ റിലേറ്റഡ് ആയിട്ടുള്ള അതിൽ നിന്നുള്ള എനർജി ഉണ്ട്, പിന്നെ വിൻഡ് മിൽസ് ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിൻ്റെയൊക്കെ ഒരു മിനിയേച്ചർ അവരിവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു ന്യൂക്ലിയർ റിയാക്ടറുടെ മിനിയേച്ചർ, അതുപോലെ ചെറിയൊരു വിൻഡ് മില്ല്, സോളാർ സിസ്റ്റം, അങ്ങനെ ഓരോന്നിൻ്റെ മിനിയേച്ചർ അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ സയൻസ് മ്യൂസിയത്തിൻ്റെ ഏറ്റവും ടോപ്പിലത്തെ ലെവലിലേക്ക് തിരികെ. ഈ ഒരു ലെവൽ മുഴുവൻ എയർക്രാഫ്റ്റിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ. അതായത് പല ടൈപ്പിലുള്ള എയർക്രാഫ്റ്റ്, പണ്ട് ഉപയോഗിച്ചിരുന്ന 2 പേർക്ക് പറക്കാവുന്ന ചെറിയ എയ്റോപ്ലെയിൻ മുതൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പാസഞ്ചർ ടൈപ്പ് എയർക്രാഫ്റ്റിൻ്റെ അതിൻ്റെ എൻജിനും അതിൻ്റെ പല മോഡൽസും ഇവിടെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് വലിയ ഒറിജിനലും ഉണ്ട്, അതുപോലെ ചെറിയ മിനിയേച്ചർ ടൈപ്പും ഉണ്ട്. സോ ഈ കാണുന്നതൊക്കെ അതിൻ്റെ ഒരു മിനിയേച്ചറാണ്. ചെറിയ ചെറിയ എയർക്രാഫ്റ്റും അതിൻ്റെ ടൈപ്പും അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഒറിജിനൽ എയർക്രാഫ്റ്റും അവരിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സോ ചെറിയ എയർക്രാഫ്റ്റിനെയൊക്കെ നമുക്ക് അടുത്ത് നിന്ന് കാണാനായിട്ടുള്ളൊരു അവസരമാണിത്. ഇതൊരു വല്ലാത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെക്ഷനാണ്. ആ എയർക്രാഫ്റ്റിൻ്റെ എൻജിൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഡെമോ ചെയ്തിട്ടുണ്ട്. നമുക്കതൊക്കെ അടുത്ത് നിന്ന് കാണാനായിട്ട് പറ്റും. ഇത് ഈ കാണുന്നത് എന്താണെന്ന് അറിയാമോ?
അതായത് ഒരു യഥാർത്ഥ ബ്രിട്ടീഷ് എയർവേയ്സിൻ്റെ ഒരു പ്ലെയിനിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ്. അതായത് ആ പ്ലെയിൻ നടുക്കൂടെ ഒരു നമ്മളൊരു പീസാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഷേപ്പാണ് ഈ കാണിക്കുന്നത്. ഒറിജിനൽ പ്ലെയിനാണ്. അവിടെ മേളിൽ നമ്മൾ അതിൻ്റെ മോഡൽ എഴുതി വെച്ചിട്ടുണ്ട് 747. എനിക്കൊന്ന് ബോയിങ് 747 ആയിരിക്കും. ബ്രിട്ടീഷ് എയർവേയ്സിലെ അവർ അതായത് ഇപ്പോൾ ഉപയോഗിക്കാത്ത ഒരു ഫ്ലൈറ്റിൻ്റെ നേരെ ക്രോസിൽ നമ്മൾ കട്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും അതിൻ്റെ ഒരു ഡെമോ ആണ് ആ കാണിച്ചിരിക്കുന്നത്. സോ ആ ഒരു ക്രോസ് സെക്ഷനകത്ത് നമ്മൾ ആ പാസഞ്ചർ ആളുകൾ ഇരിക്കുന്ന സീറ്റൊക്കെ എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഈ വിമാനത്തിൻ്റെയൊക്കെ എൻജിൻ നമുക്ക് ഇത്ര അടുത്ത് നിന്ന് കാണാനായിട്ട് പറ്റും. സോ ഈ കാണിക്കുന്നത് ഒരു റോൾസ് റോയ്സിൻ്റെ ഒരു എൻജിനാണ്. റോൾസ് റോയ്സ്. സോ അപ്പോൾ അത്രയൊക്കെയാണ്
സയൻസ് മ്യൂസിയത്തിലെ കാഴ്ചകൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനായിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഈ സ്റ്റുഡൻസിനൊക്കെ ഒരുപാട് ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ്. സോ ലണ്ടനിൽ എത്തുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു മ്യൂസിയമാണ് സയൻസ് മ്യൂസിയം. സോ ഇവിടെ വന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തിയററ്റിക്കലി പഠിച്ച കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കാണാനും അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇതേപോലുള്ള ഈ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള മ്യൂസിയങ്ങളൊക്കെ ഗവൺമെൻറ് ഫ്രീ ആയിട്ടാണ് എൻട്രി അലോ ചെയ്തിരിക്കുന്നത്. സോ അതൊരു അപ്രിഷ്യേറ്റ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. സോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.